മൂന്നര പതിറ്റാണ്ടിന് മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പൂർത്തിയാക്കിയതിനു ശേഷം സെമിനാരിയിൽ ചേർന്ന് തന്റെ ജീവിത നിയോഗമായ പൗരോഹിത്യം സ്വന്തമാക്കി. തൃശൂരിന്റെയും തൃശൂർ രൂപതയുടെയും ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിനെ ഇന്നു കാണുന്ന നിലയിലേക്ക് ഉയർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സ്ഥാപക ഡയറക്ടർ. സഭയിലും സമൂഹത്തിലും ഒരുപോലെ ജനകീയനായ വ്യക്തിത്വം. വൈദ്യനും വൈദികനുമെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന തൃശൂരിന്റെ സ്വന്തം ഡോക്ടർ അച്ഛൻ റവറന്റ് ഡോക്ടർ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട്. അച്ഛാ, 30 വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ് ഒരു ഡോക്ടർ വൈദികനാവുക എന്നത്. എങ്ങനെയായിരുന്നു അച്ഛൻ ആ തീരുമാനത്തിലേക്ക് കടന്നു വന്നത്? എനിക്കതിൽ ഒരു അസ്വാഭാവികത ഒന്നും തോന്നുന്നില്ല. കാരണം ഡോക്ടറാണോ വേറെ പഠിപ്പുണ്ടോ അല്ലയോ എന്നുള്ളതൊന്നും അല്ല എനിക്കതുണ്ടായത്. എനിക്ക് ഒരു അച്ഛനാകണം എന്നുള്ളൊരു മോഹം ചെറുപ്പത്തിലേ മുതൽ, അത് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ വീട്ടുകാരോടും അമ്മൂമ്മയോടും മറ്റോ അമ്മയോടൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ അതിലേക്ക് തന്നെയായി നോട്ടം. അതിപ്പോൾ പഠിക്കുകയോ മറ്റ് സ്ഥലങ്ങളിലേക്ക് യൂണിവേഴ്സിറ്റികളിൽ മാറിപ്പോകുമ്പോഴോ അതൊന്നും എനിക്ക് എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് തടസ്സമായിരുന്നില്ല. ഞാൻ മുന്നോട്ട് തന്നെ പോവുകയാണ്. എന്തെങ്കിലും ഒരു ദിവസം അതിലേക്ക് എത്തും എന്നുള്ളൊരു ശക്തി കർത്താവിനെ നയിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പല കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ചു എന്നുള്ള കാര്യം വേറെ. പക്ഷേ എൻ്റെ ലക്ഷ്യത്തിലേക്ക് തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിലൊരു ഒരു അത്ഭുതം എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ജീവിതാവസ്ഥയിൽ ഒരു ചേഞ്ച് വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടറായിരുന്ന അവസ്ഥയിൽ നിന്ന് അച്ഛനായി മാറി എന്നുള്ളത്, ഞാൻ അച്ഛനാകാനായിട്ട് ദൈവത്താൽ വിളിക്കപ്പെട്ടതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വന്നുപോയ സംഭവങ്ങളല്ലാതെ അതിലെനിക്കൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടില്ല. അച്ഛൻ ഷെയർ ചെയ്തതുപോലെ കുട്ടിക്കാലം മുതലേ തന്നെ ഒരു വൈദികനാകണം എന്നൊരു ആഗ്രഹം അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനായിട്ട് ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും സാഹചര്യങ്ങളോ അച്ഛനെ സ്വാധീനിച്ചിരുന്നോ? ഞാൻ വളരെ ചെറുപ്രായത്തിൽ 2ാം ക്ലാസ് മുതൽ ആൾത്താര ബാലനായിരുന്നു. ആദ്യ കുർബാന സ്വീകരിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഒരു കോൺവെൻറ്റ് ചാപ്പലിൽ ഇവിടെ ഓൾട്ടർ ബോയ്സ് റെഗുലറായിട്ട് വരാത്തതുകൊണ്ട് തൊട്ടടുത്ത വീട് എൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് മദർ കപ്ലോനച്ചൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് അവനത് കൂടിക്കോട്ടെ എന്ന് പറഞ്ഞാൽ കപ്ലോനച്ച സഹായിക്കുകയും ചെയ്തു. കപ്ലോനച്ച എന്ന് പറയുന്നത് വലിയ ആളാണ്, മോൺസിഞ്ഞോർ സക്രിയാസ് വാഴപ്പള്ളി. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു കൊച്ചുമോനെ പോലെ എന്നെ നോക്കി വളർത്തി. അന്ന് സുറിയാനിയിലാണ്, നമുക്കൊന്നും അറിയില്ല, മലയാളത്തിൽ എഴുതിക്കുക സുറിയാനി ഭാഷ, അങ്ങനെയാണ് ചൊല്ലുന്നത്. എന്താണ് ചൊല്ലുന്നതെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അന്ന് ഈ കോൺവെൻറ്റിൻ്റെ അൾത്താരയും മധുബഹയൊക്കെ നോക്കിയിരുന്ന ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. സിസ്റ്റർ സർപ്പീന എന്നാണ് പേര്. സിസ്റ്ററിന് അത് തന്നെയാണ് ജോലി. അത് കഴിഞ്ഞാൽ ഞങ്ങൾ 2-3 അൾത്താര ബാലന്മാരുണ്ട്. സിസ്റ്റർ കുറച്ച് നേരം 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ വർത്തമാനം പറയും. സിസ്റ്റർ സർപ്പീനയുടെ ജീവിതത്തിൽ ഒരു വിഷയം മാത്രമേ സംസാരിക്കാനുള്ളൂ, അത് അച്ഛനാവുക എന്ന വിഷയമാണ്. ഈ ദിവികാരുവിന് ഭക്തി, അതാണ് സിസ്റ്റർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് ഈ 2-3 മിനിറ്റ് ഇടദിവസങ്ങളിലും അല്ലെങ്കിൽ ഞായറാഴ്ചയാണെങ്കിൽ അവർ കാപ്പിയൊക്കെ തരും. അപ്പോൾ അവിടെ നിന്ന് കാപ്പി കുടിക്കുമ്പോഴും സിസ്റ്റർ നിരന്തരമായിട്ട് പമ്പ് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ പറയും മനസ്സിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ദിവികാരുനി ഭക്തിയാണ്. അത്രയും എളിമയുള്ള വിശുദ്ധിയുള്ള സിസ്റ്ററാണ്. ഞാൻ സിസ്റ്ററെക്കുറിച്ചൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വനപുഷ്പം പോലെയാണ്, മുമ്പിലോട്ടൊന്നും വരില്ല. അത് കർത്താവിൻ്റെ പിറകിൽ ഒളിച്ചു നിൽക്കുന്ന അൾത്താരയിൽ കൂടുകൂട്ടി താമസിക്കുന്ന ഒരു കന്യാസ്ത്രീയാണ്. അപ്പോൾ ആ സിസ്റ്ററാണ് ഞങ്ങളെ മനസ്സിലേക്ക് ഈ ആശയം കൊണ്ടുവന്നിരുന്നത്. പിന്നെ ഞാൻ പഠിച്ചിരുന്ന അൾത്താര ശുശ്രൂഷ ചെയ്തിരുന്ന കോൺവെൻറ്റിൽ തന്നെ വെച്ചായിരുന്നു എൻ്റെ ആദ്യ കുർബാന സ്വീകരണം. അതിന് ഒരുക്കിയിരുന്ന സിസ്റ്റർ ലുദ്വിക്ക, സിസ്റ്റർ ബർക്ക്മെൻസ്, അങ്ങനെയൊക്കെയുള്ള സിസ്റ്റേഴ്സും ഇത് തന്നെയാണ് പറയുന്നത്. ഈ അവസാനം ഞങ്ങൾ ആ ബാച്ചിൽ 8 ആൺകുട്ടികളാണ് ആദ്യ കുർബാന സ്വീകരണത്തിലുണ്ടായത്. അപ്പോൾ മറ്റ് പെൺകുട്ടികളൊക്കെ പോയതിന് ശേഷം ഈ ആൺകുട്ടികളെ മദർ ലുഡ്വിക്കെ വിളിച്ചിട്ട് പറയും, മക്കളെ നിങ്ങൾ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളെ അച്ഛന്മാരാക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും. അതിന് പുറമെ ഈ സിസ്റ്റർ സർപ്പീനയുടെ ദിവസം തോറുള്ള നിരന്തരമായ പ്രാർത്ഥനയും ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ആദ്യ കുർബാന സ്വീകരണ സമയത്ത് ഈശോ നാവിലേക്ക് വന്ന അവസരത്തിൽ ഞാൻ ഈ പ്രാർത്ഥന ഞാൻ ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴേക്കും സിസ്റ്റർ സർപ്പീന ഓടി വരിക, മോനെ നീ പ്രാർത്ഥിച്ചോടാ ചോദിച്ചിട്ട്. അപ്പോൾ
ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു സിസ്റ്ററെ. അപ്പോൾ അന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്നെങ്കിലും അതെന്താണ് പ്രാർത്ഥിക്കുന്നതിൻ്റെ വലിയ അർത്ഥവും ആഴമൊന്നും പിടിയില്ല. പക്ഷേ എങ്കിലും അച്ഛാ, ഒരു 30 വർഷം മുമ്പത്തെ ഒരു സാഹചര്യം നമുക്കറിയാം. ഇന്നത്തെ പോലെ വളരെയധികം മെഡിക്കൽ കോളേജുകളൊന്നും കേരളത്തിലില്ല. വളരെ ചുരുക്കം ചില വ്യക്തികൾക്ക് അപൂർവമായിട്ട് ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് MBBS പഠനം. എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടർ എന്ന പദവിയുടെ അന്തസ്സും മാന്യതയും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആ പഠന കാലയളവ് അച്ഛനെ സഹായിച്ചിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ വൈദിക ജീവിതത്തോടുള്ള ആ ഒരു സ്വപ്നം അച്ഛൻ കെടാതെ കാത്തു സൂക്ഷിച്ചത് എങ്ങനെയായിരുന്നു? ഈ വൈദിക ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നം ദൈവം ഒരിക്കലും എൻ്റെ മുമ്പിൽ നിന്ന് അണയിച്ചിട്ടില്ല. അതെപ്പോഴും കത്തി നിൽക്കുകയാണ്. ആ ദീപത്തിനെ പിന്തുടരുകയാണ് ഞാൻ ചെയ്യുന്നത് ഏത് വഴിക്ക് പോയാലും. പക്ഷേ എങ്കിലും ഞങ്ങളുടെ ഏറ്റവും അടുത്തുണ്ടായിരുന്നത് ദേവഗിരി സെൻറ്റ് ജോസഫ്സ് കോളേജാണ്. അതാണ് അടുത്തുള്ളൊരു ചാപ്പല്. അപ്പോൾ ഞായറാഴ്ചകൾ മുടക്കാതെ ഞങ്ങൾ അവിടെയുള്ള കത്തോലിക്കരായിട്ടുള്ള കുട്ടികൾ ഒരുമിച്ച് അവിടെ കാറ്റീസിന് പോവും. അതുപോലെ തന്നെ കുർബാനയ്ക്ക് പോകും. പിന്നെ അവിടെ ഒരു ചെറിയ ഐക്കഫ് യൂണിറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഇപ്പം അടുത്ത കാലത്ത് മരിച്ച ജോസഫ് അച്ഛൻ CMI കാശ്മീരിലൊക്കെ അദ്ദേഹം വലിയ മിഷണറി ആയിരുന്നു. സെൻറ്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പലായിരുന്നു ജോസഫ് പൈകട. പിന്നെ ജോസഫ് ചാലിൽ അച്ഛൻ, അങ്ങനെയൊക്കെയുള്ള കുറേ അച്ഛന്മാർ ഞങ്ങളെ കുട്ടികളെ വിളിച്ച് ക്ലാസ് തരികയും ചെറിയ ക്രിസ്മസ് ആഘോഷവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്ന പരിപാടികളുണ്ടായിരുന്നു. അതിൽ കവിഞ്ഞ് കൂടുതലൊന്നും ഞങ്ങൾക്ക് അതിനുള്ള സമയവും ഇല്ല. കാരണം ഞായറാഴ്ച ധാരാളം ഹോംവർക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് സമയമില്ല. പക്ഷേ എങ്കിലും ഈ ദേവഗിരി കോളേജ് ചാപ്പലുമായിട്ടുള്ള ബന്ധം അത് ഈ പറഞ്ഞ ദീപം അണയാതിരിക്കാനായിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പൈകടനച്ചൊക്കെ ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ മലാപ്പറമ്പിൽ ക്രൈസ്റ്റ് ഹാൾ എന്ന് പറയുന്ന ജെസ്വീറ്റ് സന്യാസ ഭവനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഈ ആസ്പത്രിയിലേക്ക് പലരും വരുമല്ലോ. അപ്പോൾ ഞാനും അച്ഛന്മാരോ അങ്ങനെയുള്ള ബ്രദേഴ്സൊക്കെ വരുന്ന കാണുമ്പോൾ എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ അവരെ സഹായിക്കാൻ മുന്നിട്ട് വരുമ്പോൾ അവർ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അവരെ ഇടയ്ക്ക് എന്നെ അങ്ങോട്ട് വിളിക്കും. ഞാൻ ചില ദിവസങ്ങൾ അവിടെ പോയി താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു അഗ്നി കെടാതെ മുന്നോട്ട് പോയി. ഇതല്ലെങ്കിലൊക്കെ തന്നെ ഞാൻ എൻ്റെ വൈദിക പരിശീലനം നടത്തി ഒരു വൈദികനാകുന്നുള്ള സ്വപ്നം അതിങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുക തന്നെയായിരുന്നു എപ്പോഴും. അച്ഛൻ ആദ്യം ചേർന്നത് ഈശോ സഭയിലായിരുന്നു, പിന്നീടായിരുന്നു തൃശ്ശൂർ രൂപത വൈദികനായത്. ആദ്യം ഈശോ സഭയിൽ ചേരാനിടയായ സാഹചര്യം എന്തായിരുന്നു? കാരണം എനിക്ക് ഈ ക്രൈസ്റ്റ് ഹാൾ എന്ന് പറയുന്ന ജെസ്വീറ്റ് ഭവനമായിട്ട് വളരെ അടുപ്പമുണ്ട്. അവിടെ ഒരുപാട് അച്ഛന്മാരെയും വൈദിക വിദ്യാർത്ഥികളൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ 4ാമത്തെ ദിവസം ഞാനത് അങ്ങോട്ട് ഒരൊറ്റ എടുത്തുചാട്ടം എന്ന് പറഞ്ഞ മാതിരി അങ്ങോട്ട് പോവുകയാണ്. അധികം ആലോചിക്കാൻ നിന്നാൽ എതിർപ്പുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേശ്ശെയൊക്കെ വന്നു തുടങ്ങിയ സമയമാണ്. MBBS കഴിയുമ്പോൾ കല്യാണം കഴിക്കണം എന്നൊക്കെ വീട്ടുകാർക്കൊക്കെ ഒരു സ്വാഭാവിക മോഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അധികം സമയം കൊടുക്കാതെ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ പറയുന്നത്. അതിനൊക്കെ എന്നെ സഹായിച്ചത് ഈശോസഭ വൈദികരാണ്. അങ്ങനെയാണ് എൻ്റെ ആദ്യ പരിശീലനം അവിടെ ആകാറ്. അത് അവിടെ കഴിഞ്ഞു. പിന്നെ ഫിലോസഫി ജെസ്വീറ്റ് കോളേജുണ്ട് അടയാറടുത്ത് തിരുവാൺമിയൂർ, സീക്രട്ട് ആർട്ട് കോളേജ്. അപ്പോൾ പിന്നെ അവിടെയാണ്, അത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണ്, അവിടെയാണ് എൻ്റെ ഫിലോസഫി ഞാൻ ചെയ്തത്. അതും എനിക്ക് വളരെ നല്ല ഒരു പശ്ചാത്തലവും സ്വാതന്ത്ര്യവും ഒക്കെ നൽകാനായിട്ട് സഹായിച്ച സാമൂഹ്യ അവബോധം അതെൻ്റെ മനസ്സിൽ ഇത്രയും നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ കാര്യവും ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള പേരിൽ എന്നെ അറിയപ്പെടുന്നതിൻ്റെ കാര്യവും ഈശോസഭയുമായിട്ടുള്ള ബന്ധമാണ്. അവർ സാമൂഹ്യ നീതി വളരെയധികം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആളുകളാണ്. അച്ഛാ, ബഹുമാനപ്പെട്ട കുണ്ടുകുളം പിതാവിലൂടെ അച്ഛനെ തൃശ്ശൂർ രൂപതയിൽ എത്തിച്ചൊരു ദൈവനിയോഗമാണെന്ന് പിന്നീട് കാലം തെളിയിക്കുകയും അത് പിതാവും പറയാറുണ്ട്, എനിക്കും തോന്നാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മിഷൻ ആസ്പത്രിയിൽ ഇത്രയും കാലം വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ഞാൻ അതിനും മിഷൻ ആസ്പത്രിയിലേക്ക് പോയിട്ടില്ല, ഒരു ആവശ്യത്തിനും പോയിട്ടില്ല. ഒന്ന് ആരോഗ്യപരമായ പ്രശ്നമില്ല, പിന്നെ ഞങ്ങൾക്ക് ഫാമിലി ഡോക്ടർ വേറെയുണ്ട്, വീട്ടിലും കുറേ ഡോക്ടേഴ്സുള്ള കാരണം കൊണ്ട് പിന്നെ അങ്ങനെ മിഷൻ ആസ്പത്രിയിൽ പോയിട്ടില്ല. കുണ്ടുകുളം പിതാവ് അങ്ങനെ ഒരു അന്ന് മിഷൻ ആസ്പത്രിയിലേക്ക് വരാനല്ല പിതാവ് പറഞ്ഞത്, നീ രൂപതയിലേക്ക് വാ, ഇവിടെയൊക്കെ നമുക്കൊക്കെ വേറെ പണികളുണ്ട്. പിതാവ് ഒരു നാടൻ ശൈലിയും ഒരു ആർജവമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ വാക്ക് കേട്ടിട്ടാണ് ഈശോസഭക്കാരെ എന്നെ അങ്ങോട്ട് വിട്ടത്. അവർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല വിടാനായിട്ട്.
അച്ഛാ, തൃശ്ശൂരിലെ പാവപ്പെട്ട രോഗികളുടെ ആ ഒരു മിഷൻ ആശുപത്രി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകൾ ഒന്നാക്കി മാറ്റിയതിൽ ഫൗണ്ടർ ഡയറക്ടർ എന്ന നിലയിൽ അച്ഛൻ വഹിച്ച പങ്ക് വളരെയധികം നിർണായകമാണ്. അന്നത്തെ നല്ല ഓർമ്മകളൊന്ന് പങ്കുവെക്കാമോ അച്ഛാ? അന്നത്തെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജ് ആക്കാനായിട്ട് AK ആൻ്റണിയാണല്ലോ ഇതിന് അനുവാദം കൊടുക്കുന്നത്. ആ അവസരത്തിൽ ഇത് വേണമോ വേണ്ടയോ എന്നുള്ള ഒരുപാട് ചർച്ച പല തലങ്ങളിൽ വന്നിരുന്നു. എൻ്റെ ഉള്ളിൽ എനിക്കുണ്ടായിരുന്ന ഒരു വികാരം, ഇതത്ര എളുപ്പമല്ല, എനിക്കത് നടത്താനായിട്ട് സാധിക്കുമെന്ന് തോന്നില്ല. കാരണം ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു മഹാസ്ഥാപനത്തിൽ കണ്ട് അതിനെക്കുറിച്ച് അരച്ചു കുടിച്ച് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അതുപോലെ ഒരെണ്ണം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. പ്രത്യേകിച്ച് ഈ വേണ്ടത്ര ക്വാളിഫിക്കേഷനുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കഴിവുള്ള ഡോക്ടർമാരെ കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. എന്നല്ല, പഠിപ്പിൽ കുറച്ച് എക്സ്പീരിയൻസും വേണം. അപ്പം അങ്ങനെ ഒരു ടീമിനെ എവിടുന്ന് കിട്ടും? അതൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മെഡിക്കൽ കൗൺസിലിന് മുമ്പിൽ ഇവരെ ഹാജരാക്കി കാണിച്ചാൽ മാത്രമേ നമുക്ക് അനുവാദം കിട്ടുകയുള്ളൂ. അതത്ര എളുപ്പമല്ല എന്ന് കരുതിയിരുന്ന അവസരത്തിൽ മറ്റൊരു അത്ഭുതം ഉണ്ടായി. അതൊക്കെ ദൈവനിയോഗമാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു കൂട്ടിനെ ആരംഭിക്കാൻ, ഒരു മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്ത് തന്നെ ഉദ്ഘാടനം എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ എന്തോ അവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ആ പരിപാടി സഡനായിട്ട് ഡ്രോപ്പ് ചെയ്തു. ആ അവസരത്തിൽ ഞാൻ പോയി ഈ ആളുകളെയെല്ലാം ഞങ്ങളിവിടെ ചോദിക്കുക, അവരെ മൊത്തമായിട്ട് ആ ടീം ഇങ്ങോട്ട് വന്നു. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പ്ലാനാണ്, അല്ലെങ്കിലൊന്നും നടക്കില്ല ഇത്. അപ്പോൾ അങ്ങനെ വന്ന് നമുക്ക് ആവശ്യമുള്ള സ്റ്റാഫായി, വേണ്ടത്ര സീനിയോറിറ്റിയുള്ള സ്റ്റാഫായി എല്ലാം വന്നു. പിന്നെ ഇതിൻ്റെ പിന്നിൽ ഈ ഒരു കോളേജ് യാഥാർത്ഥ്യമാകണം എന്നായിരുന്നു തൃശ്ശൂർ ജനതയുടെ വലിയൊരു ആഗ്രഹം, വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ സിവിൽ അധികാരികൾ മറ്റെല്ലാം വന്നു, നിങ്ങൾ എന്താ ഡിലേ തുടങ്ങുക എന്ന് പറഞ്ഞു. അന്നത്തെ മേയർ K. രാധാകൃഷ്ണൻ്റെ ക്ലാസ്മേറ്റാണ്. ദിവസവും രാവിലെ എഴുന്നേറ്റ് രാധാകൃഷ്ണൻ അവിടെ വരും, അല്ലാതെ എവിടം വരെ എത്തി കാര്യങ്ങൾ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോത്സാഹനമുണ്ട്. പിന്നെ തൂങ്കുഴിപ്പിതാവിന് ഒരു ദർശനം പോലെയായിരുന്നു ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വേണമെന്നുള്ളത്. അത് യാഥാർത്ഥ്യമാകുമെന്നുള്ളത് പിതാവിന് പ്രാർത്ഥനയിൽ വ്യക്തമായ ഒരു കാര്യമാണ്. പക്ഷേ അതിനൊരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. വേണ്ടത്ര സ്ഥലം, അപ്പുറത്തുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് രൂപതയുടെ ആണെങ്കിലും അതെല്ലാം അവർ സ്നേഹപൂർവ്വം നമുക്ക് തരുമ്പോഴുള്ള 25 ഏക്കർ സ്ഥലം ഉണ്ടാകും. അതെല്ലാം കൂടി വന്നപ്പോൾ കൃത്യം 25 ഏക്കറും 1 സെൻറ്റ്. അപ്പോൾ അതൊന്നും എൻ്റെ ഒരു കഴിവല്ല. അതൊക്കെ ദൈവത്തിൻ്റെ പ്ലാനുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് അറിവില്ലായ്മ കൊണ്ടും ഉത്കണ്ഠ കൊണ്ടും ഒക്കെ ഇത് നമുക്ക് ശരിയാവില്ല എന്നൊരു മുൻവിധി തോന്നലുണ്ട്. ദൈവത്തിന് എന്താ അസാധ്യമായിട്ടുള്ളത്? അങ്ങനെയായിരുന്നു തൂങ്കുഴിപ്പിതാവിൻ്റേത്. നമ്മളിപ്പോൾ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും അദ്ദേഹത്തിന് നല്ല ബോധ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്, അച്ഛാ ഗോ ഹെഡ് എന്നുള്ളതാണ്. ഗോ ഹെഡ്, കർത്താവ് കൂടെയുണ്ട്, യു ഗോ ഹെഡ്. അപ്പോൾ എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് പിതാവിനോട് പറയും. പിതാവ് പറയും നാളെ പറയാം. ഈ നാളെ പറയുന്നത് എന്തിനാണെന്നറിയോ? അതേ രാത്രി ഇന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയും അച്ഛൻ മുന്നോട്ട് പോകും, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. പേടിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നതായ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ വളരെയധികം സങ്കടം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് തൂങ്കുഴിപ്പിതാവ് കുറേ അച്ഛന്മാരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ എൻ്റെ കൂടെ പ്രവർത്തിച്ച അച്ഛന്മാർ, ആ സമയത്ത് പിതാവ് എനിക്ക് അലോട്ട് ചെയ്യുന്ന അച്ഛന്മാർ, അവരുടെ സേവനവും വളരെ വലുതാണ്. പ്രത്യേകിച്ച് ജോൺസൺ അരിമ്പൂരച്ഛൻ, പോൾ പേരാമംഗലത്തച്ഛൻ, ഫ്രാൻസിസ് പള്ളിക്കുന്തത്തച്ഛൻ, സുനിൽ ചിരിയങ്ങടത്തച്ഛൻ, അവരൊക്കെ തോളോട് തോള് എന്ന് പറഞ്ഞ പോലെ സ്വന്തം ഒരു വീട്ടിൽ എങ്ങനെയാണോ ഒരു കല്യാണം നടത്തുമ്പോൾ എങ്ങനെയാണോ പങ്കെടുക്കുക, അതുപോലെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായി കഠിനാധ്വാനം ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് അത് ഇതായത്. ഈ അവസരത്തിൽ ഞാനൊരു മാർബിളിൽ ഒരു പ്രാർത്ഥന എഴുതി വെച്ചു, എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ പോയി ആ പ്രാർത്ഥന 3, 4, 5 പ്രാവശ്യം ആവർത്തിച്ചിട്ടാണ് ഞാൻ എൻ്റെ ദിവസം ആരംഭിക്കുന്നത്. ആ എത്രയും ദയുള്ള മാതാവ് അങ്ങേ മധ്യസ്ഥം യാചിച്ച ഒരുവിനെയും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കേട്ടിട്ടുള്ളതല്ല, അത് എൻ്റെ ജീവിതത്തിൽ വളരെ യാഥാർത്ഥ്യമായിരുന്നു. അതൊക്കെ വലിയ ശക്തിയാണ്. അല്ലാതെ ഇപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാനവിടെ ഉണ്ടായിരുന്നു, അല്ലാതെ ഞാനിത് ആരംഭിച്ചു പറയാനൊന്നും ഞാൻ തയ്യാറല്ല. കാരണം വെച്ചാൽ ഒരാൾക്ക് സാധിക്കില്ല. അത് കൂട്ടായ പ്രവർത്തനം, ദൈവത്തിൻ്റെ ഗൈഡൻസ്, അതല്ലെങ്കിൽ നടക്കില്ല.
അച്ഛൻ എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജ് തുടങ്ങിയതിന് ശേഷമാണെങ്കിലും കേരള സമൂഹത്തിന് തന്നെ മാതൃകയെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഇനീഷ്യേറ്റീവ്സ് അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പറയാം. ഈ നമ്മുടെ കർത്താവിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു കോൺസെപ്റ്റ്, കർത്താവാണ് നിത്യ ബിഷഗ്വര്. കർത്താവ് എങ്ങനെയാണോ ഈ പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമായിട്ട് മുന്നോട്ട് നീങ്ങിയത്, അതുപോലെ ആശ്വാസം കൊടുക്കുന്ന കേന്ദ്രമായിരിക്കണം നമ്മുടെ മിഷൻ ആസ്പത്രി. എൻ്റെ മുൻഗാമിയായിരുന്ന മോൺസിഞ്ഞോർ മാത്യു മുരിങ്ങാത്തേരി, അദ്ദേഹമാണ് ഈ ആസ്പത്രിയെ പാവപ്പെട്ട ആസ്പത്രിയായി രൂപപ്പെടുത്തിയത്. അന്നത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു പൈസയില്ല, ആസ്പത്രി നടത്താൻ പണമില്ല, രോഗികൾക്ക് കൊടുക്കാൻ പണമില്ല, ഡോക്ടർമാർക്ക് ശമ്പളം തുച്ഛമായിരുന്നുവെങ്കിലും അത് കൊടുക്കാൻ അച്ഛൻ്റെ കയ്യിൽ പണമില്ല. അച്ഛൻ എങ്ങനെ അവരോട് ഇവരോടൊക്കെ യാചിച്ച്, പക്ഷേ എങ്ങനെ ചെയ്താലും രോഗികൾ ഒരിക്കലും വിഷമിക്കരുത്, ഭക്ഷണമില്ലാതെ വിശക്കരുത് എന്നുള്ള നിർബന്ധമായിരുന്നു അച്ഛന്. നഷ്ടം വന്നാലും വിരോധമില്ല, ഈ ഒരു ദൗത്യം നടക്കണം എന്നുള്ളതായിരുന്നു. പിന്നെ അന്നത്തെ പിതാവ് അതിന് അനുവാദം കൊടുത്ത കാരണം കൊണ്ട് അച്ഛൻ സധൈര്യം മുന്നോട്ട് പോയി. ആ ഒരു മാതൃക എൻ്റെ മുമ്പിലുണ്ട്. അങ്ങനെയാണ് ഈ പാവപ്പെട്ട മിഷൻ ആസ്പത്രി എന്നുള്ള പേര് വന്നത്. അത് എൻ്റെ പ്രവർത്തനം മൂലം വന്നതൊന്നുമല്ല, അച്ഛൻ്റെ പ്രവർത്തനമാണത്. പിന്നെ അത് കഴിഞ്ഞാൽ വന്നപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ പേര് നിലനിൽക്കണം. ഈ പാവപ്പെട്ടവരുടെ മിഷൻ ആസ്പത്രി എന്നതിനേക്കാൾ കൂടുതലായിട്ട് മറ്റൊരു പകരമായിരുന്നു തൃശ്ശൂർക്കാരും മാത്രമല്ല, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, എറണാകുളം, കോയമ്പത്തൂർ വരെയൊക്കെ ഇരുന്ന ആളുകൾ വന്നിരുന്നു ഇവിടെ. അവർ പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മുടെ മിഷൻ ആസ്പത്രി. അത് വലിയൊരു ബഹുമതിയാണത്. അത് അവരുടെ ജനഹൃദയങ്ങളിൽ ഈ സ്ഥാപനം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലം ഈ മോൺസിഞ്ഞോർ മാത്യു മുരുകാത്തേരി, ഞാനതൊക്കെ തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ദൈവം കുറച്ച് ക്രിയേറ്റിവിറ്റി എനിക്ക് തന്നിട്ടുണ്ട്, വളരെ ഭാവന തന്നിട്ടുണ്ട്. അതായത് എല്ലാ മതവിഭാഗക്കാരെയും കൂട്ടി നിർത്താനും അതുപോലെ തന്നെ കുറേയൊക്കെ മുൻകൂട്ടി കാര്യങ്ങൾ കണ്ട് ചെയ്യാനൊക്കെയുള്ള ഒരു കൃപ അന്നും ഇന്നും ഉണ്ട് എനിക്ക്. ഒരു ഉൾക്കാഴ്ച പോലെ ഞാനത് എപ്പോഴും അത് ദൈവത്തിന് ഓർത്ത് നന്ദി പറയാറുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് ആസ്പത്രിയെ മറ്റ് ഇതര സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി എന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഗോൾഡൻ ജൂബിലി വരിക, അതെൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്നാണ് വരുന്നത്. ആസ്പത്രിയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടന വർഷമൊക്കെ. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്താണ് ചെയ്യുക, വേണമെങ്കിൽ നമുക്കൊരു പബ്ലിക് മീറ്റിങ്ങോ കലാപരിപാടിയോ ഒക്കെ വെച്ച് അവസാനിപ്പിക്കാം. അങ്ങനെ ചെയ്താൽ എന്താ കാര്യമുള്ളത്? അപ്പോഴാണ് എങ്ങനെയോ ദൈവം ഒരു ചിന്ത തന്നത്, ഇവിടെ ജനിച്ച എല്ലാ കുട്ടികളുടെയും കൂടി സംഗമം നമുക്ക് സംഘടിപ്പിക്കുക. അപ്പോൾ ഇത് അന്നത്തെ അധികാരികളോട് പറഞ്ഞപ്പോൾ, നടക്കണ കാര്യമാണോ മോനെ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ആശയമായിരുന്നു, ഇത് നടക്കണ കാര്യമാണോ മോനെ, നടക്കണ വലുതും പറയാം, നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു നടക്കും പിതാവ്. അങ്ങനെ ഞങ്ങളുടെ ആസ്പത്രിയിൽ ഈ പ്രസവം മുറിയിൽ രജിസ്റ്റർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ അമ്മയും കുട്ടിയെയും കണ്ടുപിടിച്ചു. 1,25,000 കുട്ടികൾ ആ കാലഘട്ടത്തിൽ വരെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കിട്ടിയ അഡ്രസ്സ് വെച്ചിട്ട്, അഡ്രസ്സ് പലതും പൂർണ്ണമൊന്നുമല്ല, ടു ദ മദർ ഓഫ് അല്ലെങ്കിൽ ടു ദ ബേബി ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കത്തുകൾ അയക്കുകയാണ്, കാർഡുകൾ അയക്കുകയാണ്. അതിൽ ഒരു 70,000 പേരുടെ മറുപടി വന്നു. 1,25,000, 70,000-ഓളം പേരുടെ മറുപടി വന്നു. പിന്നെ പത്രമാധ്യമങ്ങൾ വഴിയൊക്കെ ഈ വലിയ വാർത്ത, ഇങ്ങനെ ഒരു സംഗമം വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ ഈ മെയ് മാസത്തിലാണല്ലോ ഈ മാതൃദിനം എന്ന് പറയുന്നത്. ആ മാതൃദിനത്തിൽ ഇവരുടെ ഒരു സമ്മേളനം വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചൊരു 10,000-25,000 പേരൊക്കെ വരുമായിരിക്കും. പോലീസ് പറഞ്ഞു മാക്സിമം ആണെങ്കിൽ 30,000 പേര് ഒക്കെ വരും. അതനുസരിച്ചുള്ള കാര്യങ്ങൾ വന്നപ്പോൾ 60,000-ഓളം ആളുണ്ടായിരുന്നു. 4 പ്രാവശ്യമാണ് തോപ്പ് സ്റ്റേഡിയം നിറച്ചൊഴിച്ച് അതിനുള്ള എല്ലാ ഭക്ഷണ സൗകര്യങ്ങളെല്ലാം ഈ നാട്ടുകാർ, തൃശ്ശൂർ സ്വദേശികളും സുഹൃത്തുക്കളും ആയിട്ടുള്ള ആളുകളാണ് ഇതെല്ലാം കൊടുത്തത്. വലിയ ഒരു ബാധ്യതയാണ്. പക്ഷേ എങ്കിലും എല്ലാവർക്കും ഭക്ഷണവും കുടിക്കാനും സമ്മാനങ്ങളും ഇതൊക്കെ കൊടുത്തിട്ടാണ് കുട്ടികൾക്ക്, അങ്ങനെയുള്ള എല്ലാവരും. ആ ഒരു മൊമെൻ്റ് ഒരു പക്ഷേ അന്ന് ഈ ഗിന്നസ് ഭ്രമമൊന്നും മനസ്സിലില്ല. അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഗിന്നസിൽ കയറാനൊന്നും ഒരു പ്രയാസമില്ല, കാരണം ആരും ചെയ്യാത്ത കാര്യമാണ്. ഒരു ആസ്പത്രിയിൽ ജനിച്ച 60,000 മക്കൾ ഒരുമിച്ച് വരിക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമില്ല. പക്ഷേ അതോടുകൂടിയിട്ട് ഒരു റിവൈവലുണ്ടായി. ആസ്പത്രിയുമായി ഒക്കെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളൊക്കെ ഒന്നും കൂടി ഒരുമിച്ച് ചേർത്ത് എല്ലാവരും സ്വന്തം ജനിച്ച സ്ഥലവും കിടന്ന മുറിയൊക്കെ കണ്ട് അന്ന് ചികിത്സിച്ചിരുന്ന ഡോക്ടർമാർ, പിന്നെ ബാപ്റ്റിസ്റ്റമ്മ പോലെയുള്ള ചില സിസ്റ്റേഴ്സ്, ഇവരൊക്കെ കണ്ട് ആ ബന്ധം ഒന്ന് പുതുക്കി
ഒരു പുതുജീവൻ വെച്ചു ആസ്പത്രിക്ക്. അതിനുശേഷമാണ് ഈ ആസ്പത്രിയിലേക്കുള്ള പേഷ്യൻസിൻ്റെ വരവ് വളരെയധികം വർദ്ധിച്ചതോട് കൂടിയിട്ട് ഇതിനെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രിയാക്കി മാറി. അത് 2 വർഷം കൊണ്ട് എല്ലാ ബ്രാഞ്ചസും ഉണ്ടായി. എല്ലാ ബ്രാഞ്ചസിലും സൂപ്പർ സ്പെഷ്യലൈസേഷൻ സ്ഥാപിക്കാൻ സാധിച്ചു. അതൊക്കെ ഡോക്ടേഴ്സിൻ്റെ ഔദാര്യമാണ്. മറ്റേ ആസ്പത്രിയിലൊക്കെ പ്രവർത്തിച്ചിരുന്നവരൊക്കെ ഒറ്റ വാക്കിനാൽ വിളിച്ചാൽ വരികയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മെഡിക്കൽ തറവാടാണ്. അപ്പോൾ അവിടെ പഠിച്ചവരും പഠിപ്പിച്ചവരൊക്കെ ആയിട്ടുള്ളൊരു വലിയ ശൃംഖല ഡോക്ടേഴ്സിൻ്റെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള വ്യക്തിബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് അങ്ങനെ അതിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ 1-2 വർഷം കഴിഞ്ഞപ്പോഴാണ് AK ആൻ്റണി ഈ പദ്ധതിയുമായിട്ട് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ള തൂങ്കുഴി പിതാവിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് പിന്നെ മുന്നോട്ട് പോയത്. അപ്പോഴേക്കുമൊക്കെ നമുക്ക് വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ അവിടെ ഉണ്ട്. കുറച്ച് കെട്ടിടങ്ങളുടെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പണിത് അതിൻ്റെ കുറച്ച് ലോണൊക്കെ അന്ന് എടുത്തിരുന്നു. ഞാൻ പോരുമ്പോഴേക്കും ലോണൊക്കെ ഏകദേശം അവസാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ വലിയ ബാധ്യതകളൊന്നുമില്ലാതെ സമാധാനമായിട്ട് നമുക്ക് സ്ഥാപനത്തോട് വിട പറയാൻ സാധിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ അനുഗ്രഹം. അതും വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അച്ഛൻ്റെ പ്രവർത്തന മേഖലയിൽ എടുത്തു പറയേണ്ട വലിയൊരു വസ്തുത രക്തദാനത്തിന് വേണ്ടി അച്ഛൻ നടത്തിയ പോരാട്ടമാണ്. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ രക്തദാനത്തെക്കുറിച്ച് വലിയൊരു അവബോധമൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ വളരെയധികം ഒരു മികച്ച ഒറ്റയാൾ പോരാട്ടം തന്നെ രക്തദാനത്തിന് വേണ്ടി നടത്തി. അതിന് പിന്നിലെ സാഹചര്യം എന്തായിരുന്നു? അന്ന് ഞാൻ പഠിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോലും ഓപ്പൺ ഹാർട്ട് സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്ക് 5-10 കുപ്പി രക്തം വേണം. രക്തം കൊടുക്കാൻ ആരും തയ്യാറല്ല. പേടി, രക്തം കൊടുത്താൽ മരിക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെയുള്ളൊരു പേടി. അപ്പോൾ അത് മുതലെടുത്തിട്ട് രക്തവിൽപ്പനക്കാർ രംഗത്ത് വന്നിട്ട് അവർ വലിയ പ്രശ്നങ്ങളുണ്ടായി തുടങ്ങി. ഒരുപാട് രോഗങ്ങളും ഇതിലൂടെ കടന്നു വന്നു തുടങ്ങി. ഇത്രയും സ്ട്രിക്റ്റ് ആയിരുന്നില്ല സ്ക്രീനിങ് മെഷേഴ്സ്. അപ്പോൾ അങ്ങനെ രക്തം കിട്ടാതെ സാധാരണക്കാരുടെ ചൂഷണത്തിന് വിധേയമാകുകയും മോതിരം വള ഒക്കെ ഊരി വിറ്റിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്. വിൽക്കാനായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ മദ്യപാനം നടത്തുന്ന വളരെ താഴെക്കടയിലുള്ള ഒരു തരം ആളുകളാണ് വന്ന് നടക്കുന്നത്. അങ്ങനെ കുറേ രോഗവും കിട്ടി. ആദ്യത്തെ തന്നെ ഇന്ത്യയിലെ എയ്ഡ്സ് രോഗം കൊണ്ടുള്ള മരണം രക്തദാനത്തിൽ നിന്നാണ് ബോംബെയിൽ വെച്ചുണ്ടായത്. അങ്ങനെയൊക്കെയാണ് സുപ്രീം കോടതി ഇടപെട്ട് രക്തവിൽപ്പന നിർത്തുന്നത്. അപ്പോൾ ആ സമയത്ത് ബദൽ രക്തം കിട്ടണമല്ലോ. അപ്പം അതുകൊണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾ, എൻ്റെ തന്നെ അധ്യാപകർ, ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലത്തെ പിന്തുണയോട് കൂടിയിട്ട്, പ്രിൻസിപ്പൽമാരടക്കമുള്ള ഒരു പിന്തുണയോട് കൂടിയിട്ട് ഞങ്ങൾ അവിടുന്ന് ആരംഭിക്കുകയാണ്. 1979 ഈ ബ്ലഡ് ഡോണേഴ്സ് ഫോറം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ മാതൃക കേരളത്തിലെ മറ്റ് മെഡിക്കൽ കോളേജുകളെ ഏറ്റെടുത്തു. അങ്ങനെയാണ് അതിന് ഒരു അഖില കേരള അടിസ്ഥാനം വന്നത്. വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രാരംഭകർക്കാണല്ലോ എപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എങ്കിലും അത് പിന്നീട് എനിക്ക് സന്തോഷകരമായി ഭാവിയത്. ഞാൻ അൾത്താരയിൽ അർപ്പിക്കുന്ന കുർബാനയും കർത്താവിൻ്റെ തിരുരക്തമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ തിരുരക്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് മറ്റുള്ളവർക്ക് രക്തം കൊടുത്ത് പ്രോത്സാഹിക്കാനായിട്ട് കടപ്പാടുണ്ട്. എനിക്ക് പ്രമേഹമുള്ളതുകൊണ്ട് അത് പിടിക്കുന്നവരെ 77 പ്രാവശ്യം ഞാൻ രക്തം കൊടുത്തു. എന്നെക്കാളും കൂടുതൽ കൊടുത്തിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അതൊരു സ്വാഭാവികമായിട്ട് ചെയ്യാവുന്ന ഒരു സാധാരണ പ്രവൃത്തിയാക്കി മാറ്റാനായിട്ട് ഈ സംഘടനയുടെ പ്രവർത്തനം വഴി സാധിച്ചു എന്നുള്ളത്. അതിലൊക്കെ എനിക്ക് ഒരുപാട് കൂട്ടുകാർ, ഡോക്ടർമാർ ഉണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അവരാണ് എന്നേക്കാൾ കൂടുതൽ ചെയ്തിട്ടുള്ള ആളുകൾ. അവരൊക്കെ ആയിട്ടുള്ള സ്നേഹബന്ധങ്ങളൊക്കെയാണ് ഇപ്പോഴും എനിക്ക് സന്തോഷത്തോടെ ഓർമ്മിക്കാനുള്ളത്. അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ അച്ഛനിപ്പോൾ 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ അച്ഛന് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്നത് എന്താണ്? എന്നെ ഈ ഒരു സാധാരണക്കാരനെ കർത്താവ് വിളിച്ചല്ലോ എന്നുള്ള ചിന്ത. ഒരുപാട് അയോഗ്യതകളും പോരായ്മകളും എനിക്കുണ്ടെങ്കിലും എന്നോട് കർത്താവിന് സ്നേഹം തോന്നിയ കാരണങ്ങൾ എന്നെ വിളിച്ചത്. ആ വിളിച്ചതിൽ ഉള്ള ആ നന്ദിയും സ്നേഹവും വളരെയധികം ഉണ്ട്. കർത്താവിൻ്റെ സ്നേഹത്തിന് പാത്രീഭൂതമാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ എന്ന് മാത്രമല്ല, ഇപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും കാലം അതിൽ നിലനിർത്തി തന്നതും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അല്ലാതെ എനിക്കതിലൊരു നഷ്ടബോധം ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഇപ്പോൾ ഈ അൾത്താര ബാലന്മാർ അങ്ങനെ കുട്ടികളെയൊക്കെ അവർ ആ ഒരു ചിന്ത കൊടുത്ത് അവർക്കും ഇങ്ങനെ ഒരു താല്പര്യം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ ദൈവവിളിയൊന്നും അത്ര ആകർഷിക്കപ്പെടുന്ന ഒരു കാര്യമല്ല. ഞങ്ങളുടെയും കുറേ കുഴപ്പങ്ങളുണ്ട്, മാതൃക കൊടുക്കാത്തതൊക്കെ. അപ്പം അതെല്ലാം വെച്ച്
അവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളൊരു ആഗ്രഹം അതുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇനി അവശേഷിക്കുന്ന ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വയംദാനമാണ്. സ്വയംദാനം ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ തഞ്ചാവൂർ ബിഷപ്പായിരുന്ന ദിവോത്ത, ഡോക്ടർ ദിവോത്ത എന്ന് പറയുന്ന മെത്രാൻ മരണശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി തഞ്ചാവൂർ മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യുകയാണ്. ഒരു മെത്രാൻ ദാനം ചെയ്യുകയാണ്. കാരണം അതാണ് കുരിശിൽ കാണുന്നത്. നമ്മൾ കുരിശിൽ ഉത്ഥാനം ചെയ്ത കർത്താവ്, കുരിശിൽ തൂങ്ങിക്കിടന്ന കർത്താവ് എന്ത് സന്ദേശം നൽകുന്നത്? പൂർണ്ണമായിട്ട് ദാനം ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള നൂതന ആശയങ്ങളൊക്കെ തികച്ചും ക്രൈസ്തവമാണത്. നമുക്ക് ഒരുപക്ഷെ സ്വീകാര്യമല്ലായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലഡ് ഡൊണേഷനൊക്കെ പറഞ്ഞ പോലെ അന്ന് ബ്ലഡ് ഡൊണേഷൻ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സമയത്ത് എന്നെ തല്ലാനും കൊല്ലാനും വന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷേ മദ്രാസിലെ അതുപോലെ തന്നെ ചെന്നൈയിലെ എത്രയോ വൈദികരാണ് അവരുടെ മരണശേഷം അവരുടെ ദേഹങ്ങളൊക്കെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് അതായത് മനുഷ്യൻ്റെ ഉപകാരത്തിന് അവസാന ഫൈബറിൽ വരെ കർത്താവ് കുരിശിൽ ചെയ്തതുപോലെ അവസാന ഫൈബറിൽ വരെ ദാനമായി മാറണം എന്നുള്ളതാണ് എൻ്റെ ഒരു മോഹം. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ദൈവവിളിയെ തിരിച്ചറിയേണ്ടതും അതിനോട് ഉത്തരം നൽകേണ്ടതും എങ്ങനെയാണ്? കുടുംബങ്ങളിലാണ്. കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്ക് വിവാഹ ജീവിതത്തിലേക്കുള്ള വിശുദ്ധമായ വിളിയില്ലെങ്കിൽ ആ കുടുംബത്തിൽ ദൈവവിളി പ്രതീക്ഷിക്കരുത്. അവിടെ നിന്ന് ദൈവവിളി അപൂർണവുമായിരിക്കും. അത് അവരാണ് പ്രശ്നക്കാരായി മാറുന്നത്. കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ ഒരു ഫാബ്രിക്കിൽ വളർത്തിയെടുക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ നല്ല വൈദികരാകും. ഇനിയിപ്പോൾ നല്ല വൈദികരല്ലെങ്കിൽ നല്ല കുടുംബജീവൻ നയിക്കുന്നവരും അതും ഒരു ദൈവവിളിയാണല്ലോ. അപ്പം അതുകൊണ്ട് കുടുംബമാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അൽത്താരയിൽ 2 കാര്യം മാത്രമേ പറയാറുള്ളൂ. വേറെ എനിക്കൊരു വിഷയവും പറയാനില്ല. 1 കുടുംബം, 2 ദിവ്യകാരുണ്യം. ഈ 2ൽ ലോകം മുഴുവൻ ഉൾച്ചേരുന്നു. അച്ഛൻ MBBS പഠനം കഴിഞ്ഞ് വൈദിക ജീവിതം തിരഞ്ഞെടുത്തു. അച്ഛൻ്റെ ഈ തീരുമാനം അനേകർക്ക് സ്വന്തം ജോലി ഉപേക്ഷിച്ച് പൗരോഹിത്യ ജീവിതം തിരഞ്ഞെടുക്കുവാൻ പ്രചോദനം നൽകി. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിലൂടെ തൃശ്ശൂർ രൂപതയ്ക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും അനേകം നന്മകൾ ലഭിച്ചു. ഇനിയും കൂടുതൽ അച്ഛൻ്റെ ശുശ്രൂഷാ ജീവിതത്തെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. താങ്ക് യു അച്ഛൻ. താങ്ക് യു സോ മച്ച്.